വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് പല കാര്യത്തിനും വേണ്ടിയിട്ടാണെങ്കിലും അവസാനം ഞങ്ങൾ എത്തിപ്പെടുന്ന ഒരേ ഒരു സ്ഥലമാണ്. ഫുഡ് ഫുഡ് അതെ, സംശയമൊന്നും വേണ്ട, ഫുഡ് തന്നെ. അതാണല്ലോ മെയിൻ. ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് അൽഫൈൻ ബേക്കിലാണ്. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു റീല് കണ്ടു. അപ്പം കരുതി എന്നാ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ എന്നുള്ളത്. ആ റീലിൽ പറയണത് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ബ്രോസ്റ്റഡ് ചിക്കൻ പഴംപൊരി പൊരിച്ചെടുക്കുന്ന പോലെ ഓയിലല്ല പൊരിച്ചെടുക്കുന്നത്, പകരം റോസ്റ്ററിൻ്റെ മിഷനിൽ പ്രഷർ കൊടുത്തിട്ടാണ് ഇതിൻ്റെ മേക്കിംഗ് എന്ന്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഓയിൽ ഉണ്ടെന്നുള്ള പേടിയും വേണ്ട. നീലൂടിന് പിന്നെതാ കുറച്ച് ലൈറ്റ് കണ്ട ആൾ ഹാപ്പി. ഞങ്ങൾ 3 പേരും കൂടി ഫുഡ് ഓർഡർ ചെയ്തത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ദാ സാധനങ്ങളൊക്കെ എത്തി. നമ്മൾ ബ്രോസ്റ്റഡും അൽഫാമും ഫ്രൈസും ഒക്കെ വന്നിട്ടുണ്ട്. ബ്രോസ്റ്റഡിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ അടിപൊളിയാണ്. ഇതുവരെ ബ്രോസ്റ്റഡ് പല ടൈപ്പ് കഴിച്ചിട്ടുണ്ടെങ്കിലും ഇതിനൊരു പ്രത്യേക ടേസ്റ്റുമാണ്. പിന്നെ പറഞ്ഞല്ലോ, ഓയിൽ ഒട്ടുമില്ല, നല്ല ടേസ്റ്റിയാണ്. ഈവൻ അതൊരു പ്രൈസ് വൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ അതും ഒരു ഓക്കെ പ്രൈസാണ്. നല്ലൊരു ടേസ്റ്റ്, ഇതുവരെ കഴിച്ചിട്ടില്ലാത്തൊരു ടേസ്റ്റ്. ഇവരെന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ സൗദിയിൽ എങ്ങനെയാണോ ഇത് മേക്ക് ചെയ്യുന്നത് അതേപോലെയാണ് ഇവിടെയും മേക്ക് ചെയ്യുന്നതെന്നാണ്. ഒരു അടിപൊളി ടേസ്റ്റാണ്. പിന്നെ അൽഫാമിൻ്റെ കേസിൽ ടേസ്റ്റ് ഒരു ഓക്കെ ആണ്, പക്ഷേ പ്രൈസ് വൈസ് അത്ര അങ്ങോട്ട് ഓക്കെ ആയിട്ട് തോന്നിയില്ല. അങ്ങനെ ഇതാ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനാണ്. അപ്പം നീലൂടിനൊരു ചെറിയ വിഷമമുണ്ട്. കാരണം ആകാശത്തേക്ക് നോക്കിയിട്ട് ആൾക്ക് സണ്ണിനെ കാണാനും പറ്റുന്നില്ല, മൂണിനെ കാണാനും പറ്റുന്നില്ല. ആ ഒരു സങ്കടത്തിലാണ്. അപ്പോൾ അതാ സ്റ്റിയറിങ്ങിൽ ഇങ്ങനെ പിടിച്ചിട്ടിരിക്കണം എന്നൊരു വാശി. അങ്ങനെ കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് പിന്നെ ഞാനും കൂടെ എടുത്തു. പിന്നെ അതാ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം ടാറ്റാ.